السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കെല്ലാം അല്ലാഹു തആല സ്വർഗവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇത്തരമര സഹോദരങ്ങൾക്ക് ഇസ്ലാമിന്റെ പേരിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യമായി അർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ റഹ്മത്തിന്റെ പത്ത് വിട പറയാൻ പടിവാതിലിക്ക് നമ്മൾ നിൽക്കുകയാണ്. പ്രാർത്ഥനകൾ കൊണ്ട് അലങ്കരിക്കേണ്ട മാസമാണ് റമദാൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധനായ പടച്ച റബ്ബിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ച് ഞാൻ ഒന്നുമല്ല അല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ മുന്നിൽ താണുകീണു പറയലാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് പറയുന്നുണ്ട്, ഖുൽ നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണം, മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഅക്കും, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു പരിഗണനയാണ് പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാനാണ്, പ്രാർത്ഥിക്കാനാണ്, ചോദിച്ചുകൊണ്ടിരിക്കാനാണ് അള്ളാഹു തആലക്ക് കൂടുതൽ ഇഷ്ടം. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചോ, ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു 2 പിരിവുകാർ വരികയാണ്. 2 പിരിവുകാർ വന്നിട്ട് കഴിഞ്ഞാലിൻ്റെ പോലെ സംഭവമുണ്ട്, കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്, 2 ലക്ഷം രൂപയാണ് ബഡ്ജറ്റ്, കഴിയുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ഒരു 10 രൂപയെങ്കിലും ചെയ്ത് തന്നെ വെക്കുക. 10 രൂപ എന്ന് പറഞ്ഞാൽ ചുളുങ്ങിയ 10ന്റെ ഗാന്ധിജിയുടെ ചുളുങ്ങിയ നോട്ടല്ല, ഒരു 10,000 രൂപ നമുക്ക് ചെയ്ത് തന്നെ എന്നുള്ളൊരു ആഗ്രഹം മുന്നിലേക്ക് വെച്ചപ്പോൾ ഇൻഷാ അല്ലാഹ് ചെയ്യാട്ടോ, നമുക്ക് പരിഗണിക്കാം. ഇൻഷാ അല്ലാഹ് 2 ദിവസം കണ്ടിട്ട് വരി എന്ന് പറയാം. പോയ ആൾക്കാർ 2 ദിവസം കണക്കാക്കി വീണ്ടും വരും. അപ്പോൾ നേരത്തെ ചിരിയുടെ അളവ് കുറച്ചുകൂടി കുറയും, ആരുടെ? മുതലാളിയുടെ. അപ്പോൾ 10 രൂപ തരണമെന്ന് ആവശ്യപ്പെട്ടവരാണല്ലോ വന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് തരാം, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരി കേട്ടോ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരി എന്നിങ്ങനെ ഒരു സാമട്ടിൽ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് അവർ അക്യുറേറ്റ് ചെയ്ത് വന്നു വീട്ടിലേക്ക്. അപ്പോൾ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഹയവാന്മാരി ഇവരോടല്ലേ ഞാൻ പറഞ്ഞു, നമ്മുടെ മുഖഭാവം മാറും, നമ്മുടെ ശൈലി മാറും. എന്നാൽ സൃഷ്ടികളുടെ, പടപ്പുകളുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ പടച്ചവൻ ഇങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എത്രയാണോ ചോദിക്കുന്നത് അത്രത്തോളം നമ്മളോട് അള്ളാഹുക്ക് ഇഷ്ടം കൂടുകയാണ്. അത്രത്തോളം അള്ളാഹുവിന് നമ്മളോട് സ്നേഹമാണ്, അത്രത്തോളം പടച്ചോന് നമ്മളോട് പ്രണയമാണ്, ഒടുക്കത്തെ പ്രണയമാണ് അള്ളാഹുവിന്. വാലന്റൈൻസ് ഡേക്ക് നമ്മൾ എന്ത് ചെയ്യും? പൂ കൊണ്ടെടുത്ത് പെണ്ണുങ്ങളുടെ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കും, പെണ്ണുങ്ങൾ ആണിന്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കും, പ്രണയാഭ്യർത്ഥനകൾ നടത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രണയിക്കുന്നവർക്കേ അറിയുള്ളൂ എത്രത്തോളം ആഴമുണ്ടെന്നുള്ളത്, ശരിയല്ലേ? പക്ഷെ അത്തരത്തിലുള്ള പ്രണയങ്ങളും അത്തരത്തിലുള്ള ഇടപാടുകളും ഇടപെടലുകളും ഇടചേരലുകളും ഒക്കെ പരിശുദ്ധമായി ദീനെ വിലക്കിയ കാര്യമാണ്. എന്ന് മാത്രമല്ല, മനുഷ്യത്വ ബോധമുള്ള, മാനവിക ബോധമുള്ള, ധാർമ്മിക ബോധമുള്ള മനുഷ്യർക്കറിയാം അത് നല്ല പരിപാടിയല്ല എന്നുള്ളത്. കാരണവന്മാരായ ആളുകൾ കൃത്യമായി അന്വേഷിച്ച് സ്ഥല കാല ചുറ്റുപാടെല്ലാം നോക്കി ക്ലിയർ ആക്കി, എൻ്റെ മകന്റെ പ്രകൃതിക്ക് അനുസരിച്ചുള്ള കുട്ടിയാണോ, അല്ലെങ്കിൽ എൻ്റെ മകളോട് യോജിച്ചു പോകാൻ കഴിയുന്ന ചെറുക്കനാണോ എന്നൊക്കെ നോക്കി ബോധമുള്ള, ജീവിത പരിചയമുള്ള, അനുഭവ സമ്പത്തുള്ള രക്ഷിതാക്കളാണ് നമുക്ക് നമ്മുടെ ഇണകളെ തിരഞ്ഞുപിടിച്ച് തരേണ്ടത്. വാപ്പിച്ചിക്ക് ടെൻഷൻ ഒന്നും വേണ്ട, സ്വർണത്തിന് ചെലവില്ല, ഒന്നും വേണ്ടാന്ന് പറഞ്ഞേക്കണ, ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, വാപ്പിച്ച് നിക്കാഹ് നടത്തി തന്നാൽ മതി എന്ന് പറഞ്ഞ് വാപ്പാന്റെ മുഖത്ത് നോക്കി പറയുന്ന മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ തീരുമാനമാണ്, വാപ്പിച്ചും ഉമ്മച്ചും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ചിരിച്ചുകൊണ്ട് കടുത്തിറക്കുന്ന സ്വഭാവമുള്ള മക്കൾ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച റബ്ബിനോട് നല്ലതുപോലെ പ്രണയിക്കണം. സാന്ദർഭികമായ മറ്റ് പ്രണയത്തിന്റെ വിഷയം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അള്ളാഹുവിനെ നല്ലതുപോലെ പ്രണയിക്കണം. നമുക്ക് ആർക്കെങ്കിലും എൻ്റെ നിസ്കാരം പൂർണ്ണമാണെന്ന് പറയാൻ പറ്റൂല. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്ക് എൻ്റെ നിസ്കാരം അടിപൊളിയാണ്, ഞാൻ നിസ്കരിച്ച് സലാം വീട്ടിയാൽ മതി, അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി സാന്ദർഭികമായി പറയാണ്. നമ്മൾ തക്ബീർ ചൊല്ലുമ്പോൾ ആ എന്ന അള്ളാഹുവിലെ അലിഫ് പറയുമ്പോൾ കൈ ഇവിടുന്ന് പൊങ്ങണം, അക്ബറിലെ റാ പറയുമ്പോൾ കൈ ഇവിടെ എത്തണം, ചെവിക്കുറ്റിയുടെ അവിടെ എത്തണം. അല്ലാഹു അക്ബർ ഇങ്ങനെ കൈ മുന്നിലേക്ക് പിടിച്ചുകൊണ്ട് വേണം നമ്മൾ തക്ബീർ ചൊല്ലാൻ. അല്ലാഹു അക്ബർ, ഇടത് കൈ വെച്ച് പിന്നെ വലത് കൈ വെക്കുക. ഈ 3 വിരല്, തള്ളവിരല്, ചെറുവിരല്, മോതിരവിരല്, 3 വിരൽ ഇങ്ങനെ മണിബന്ധത്തുമ്മ ഇവിടത്തെ ഈ മുഴയമ്മ പിടിക്കുക, 2 വിരൽ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ 3 വിരൽ പിടിച്ചിട്ട് 3 വിരൽ ഇങ്ങനെ വെക്കുക.
ഏതും ചെയ്യാൻ കുഴപ്പമില്ല. ഇങ്ങനെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. സാന്ദർഭികമായി പറഞ്ഞതാണ്, ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ അള്ളാഹുവിന്റെ പരിപൂർണമായി നമ്മൾ സ്നേഹിക്കണം. ഏതിലൂടെ? ദുആയിലൂടെ. നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മളിപ്പോ ളുഹർ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, സുബ്ഹി നിസ്കരിച്ചു, നമുക്ക് എന്ത് കിട്ടിയത്? ഒന്നുമില്ല. പ്രവർത്തനങ്ങൾ ദുനിയാവിൽ വെച്ചാണെങ്കിൽ പ്രതിഫലം ആഖിറത്തിലേക്ക് പടച്ചു നീക്കി വെച്ചേക്കാണ്. നമ്മൾ അള്ളാഹിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹയിൽ ചൊല്ലിയ അതേ ഫാത്തിഹ തന്നെയല്ലേ നമ്മൾ ദുഹറിലും ചൊല്ലുന്നത്? ദുഹറിൽ ചൊല്ലിയ അതേ ഫാത്തിഹ തന്നെയല്ലേ അസറിലും ചൊല്ലുന്നത്? ആവർത്തനം നടത്തിക്കൊണ്ടിരിക്കണല്ലേ? അള്ളാഹുവിന് ആവർത്തനം ഭയങ്കര ഇഷ്ടമാണ്. നിരന്തരമായ പടച്ചറബിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അൻ സൽമാൻ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ്, തബാറക വ തആല, മഹോന്നതനായ അല്ലാഹു തആല, മേലയായ റബ്ബ്, ഹയ്യുൻ, അല്ലാഹു തആല ഹയ്യുൻ കരീമുൻ, വലിയ നാണമുള്ളവനാണ്, മാന്യനുമാണ്, വലിയ നാണമുള്ളവനുമാണ്. യസ്തഹ്യി, അല്ലാഹു തആല നാണിക്കുന്നു, മിൻ അബ്ദിഹി, അവന്റെ അടിമയിൽ നിന്ന്, ഇദാ റഫഅ യദൈഹി ഇലൈഹി, അള്ളാഹുവിലേക്ക് പടച്ചവനെ എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് കൈകൾ ഉയർത്തിയ തന്റെ അടിമയെ അള്ളാഹു തആല നാണിക്കുന്നു. അയ്യുറദ്ദഹുമാ സിഫ്രൻ, ഒന്നുമില്ലാതെ വട്ടപൂജമാക്കി മടക്കി കൊടുക്കുന്നതിനെ അള്ളാഹു നാണിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചോദിച്ചാൽ ഉത്തരം ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ നല്ലതുപോലെ താണ് കേണ് ചോദിക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അസ്മാഉൽ ഹുസ്ന ഓതി ദുആ ചെയ്യുക, നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുത്ത റസൂലുള്ളാഹി പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വേറെയുമുണ്ട്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തിരുനാമങ്ങളാണ്. റഹ്മാൻ, റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ, അസീസ്, ജബ്ബാർ, മുതകബ്ബിർ എന്നിങ്ങനെ തുടങ്ങി സ്വബൂർ വരെ എത്തുന്ന പരിശുദ്ധമായ 99 നാമങ്ങൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കൾ നമ്മളെ വാപ്പി എന്ന് വിളിക്കും. വാപ്പിച്ചി, ഉപ്പച്ചി, എൻ്റെ പൊന്നു വാപ്പിയല്ലേ, എൻ്റെ മുത്തല്ലേ, എൻ്റെ വാപ്പിയല്ലേ, എൻ്റെ വാപ്പി, എൻ്റെ പൊന്ന്, എൻ്റെ മുത്ത് എന്നൊക്കെ വിളിച്ച് മക്കൾ നമ്മളെ സോപ്പിടും. അപ്പോ വാപ്പി ഒരു 10 രൂപ വരുമോ? ഇപ്പൊ മിഠായി വാങ്ങാനാ. ഇവിടെ വന്ന് പിന്നെ കുറെ പണിയൊന്നുമില്ലേ? വാപ്പി പ്ലീസ് വാപ്പി ഒരു മിഠായി വാങ്ങാൻ, എൻ്റെ വാപ്പിയല്ലേ, എനിക്ക് വാപ്പിനോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, ആ വാപ്പി. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും വാപ്പി എന്ന നിലക്ക് നിങ്ങളുടെ മനസ്സൊന്ന് ഇളകൂല്ലേ, ഒന്ന് അലിയൂല്ലേ, ഒരയവ് വരൂലേ? നേരത്തെ സ്ട്രോങ് നിങ്ങളിപ്പോ കാണിക്കോ? ഇല്ല. ഇതുപോലെയാണ് റഹ്മാനായ റബ്ബെ, റഹീമായ റബ്ബെ, മലിക്കായ റബ്ബെ, യാ മലിക്കു യാ അല്ലാഹ്, യാ ഖുദ്ദൂസ് യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ് എന്നിങ്ങനെ അള്ളാഹിനെ വിളിച്ചിട്ട് അള്ളാഹിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവന്റെ പൊരുത്തം നീ തരണേ അല്ലാഹ്, നിന്റെ സ്നേഹം തരണേ അല്ലാഹ്, എൻ്റെ ഓട്ടോറിക്ഷ ഓടിച്ചുണ്ടാക്കണ പൈസ റബ്ബെ ഒന്ന് കരകയറ്റി തരണേ റബ്ബെ, ജീവിതം രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിച്ചു തരണേ അല്ലാഹ്, പ്രയാസമില്ലാതെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് എന്നിങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹിന്റെ പേരിങ്ങനെ പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നല്ലതുപോലെ പുകഴ്ത്തി, നല്ലതുപോലെ വർണ്ണിച്ച്, അള്ളാഹുവിനെ സ്നേഹിച്ച് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ഉത്തരം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ചോദിക്കുമ്പോൾ തഴവസാദ് പറയുന്നുണ്ട്, ആരുണ്ട് റബ്ബേ എനിക്ക് നീയല്ലാതെ എന്നു പറഞ്ഞു നീ തേടണം വല്ലാതെ, ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അർഹമുർറഹീമായ റബ്ബേ, കരുണക്കടലായ റബ്ബേ, കാരുണ്യത്തിന്റെ പത്ത് അവസാനിക്കുകയാണ് അല്ലാ. എന്റെ പാപങ്ങൾ നീ പുറത്തു തന്ന് എന്നോട് കരുണ ചെയ്യണേ അല്ലാ. നീ എനിക്ക് കരുണ ചെയ്തില്ലെങ്കിൽ, നീ എന്നോട് സ്നേഹം കാണിച്ചില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമല്ലാ, നരകത്തിന്റെ ആളുകളിൽ പെട്ടുപോകുമല്ലാ. സാധുവായ എന്നെ നീ കരകയറ്റണേ റബ്ബേ എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ സർവ്വതും സമർപ്പിച്ച് താണുകയാണ് പറയണം. അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു തആല പറയാണ്, ഉദൂനി, എന്നോട് നിങ്ങൾ ചോദിക്കേ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രല്ല, ഏറ്റവും ദുർബലൻ, അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തവൻ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്ന അഅ്ജസൻ നാസി, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായ ബലഹീനനായ ഒരാള്, മൻ അജസ ഫി ദുആഇ, ദുആഇൽ അശക്തനായവനാണ്.
അള്ളഹാനോടല്ലേ, നമ്മുടെ റബ്ബല്ലേ, ആ സീനില്ല, അത് കുഴപ്പമില്ല, പടച്ച റബ്ബ് നടത്തി തന്നോളും എന്നൊക്കെ ഒരു ലാഘവത്തോടെ അള്ളാഹുവിനെ പരിഗണിക്കാതെ മാറി നടക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. നിസ്കാരം ഇല്ലാതെ പാതിരാത്രി ഫർള് പോലും കൃത്യമായി നിസ്കരിക്കാതെ പാതിരാത്രി എഴുന്നേറ്റ് ദുആ ചെയ്തിട്ട് എന്തേ കാര്യമുള്ളത്? ഉസ്താദ് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അടുത്ത എന്താ? ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലസ് സ്വലാഹ്. ദുആ ചെയ്യാൻ പള്ളിയിലേക്ക് വാ, നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വാ. സ്വർഗം പടച്ചോൻ കാത്തു വെച്ചിട്ടുണ്ട്. ഹയ്യ അലൽ ഫലാഹ്, വിജയിക്കണം, വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. ഒരിക്കലും നശിച്ചു പോകരുത്, ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. വിജയിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വരണേ എന്ന് 5 നേരം ഉസ്താദ് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. കൂടാതെ സുബ്ഹി ബാങ്കിൽ പ്രത്യേകമായ ഒരു വാക്കും കൂടി പറയുന്നുണ്ട്, അസ്വലാത്തു ഖൈറും മിനൻ നൗം, പുതച്ചു മൂടി കിടന്നുറങ്ങുന്നതിനേക്കാൾ ശ്രേഷ്ഠം നിസ്കാരമാണടോ. നമ്മുടെ സംസ്കാരമാണ് പ്രധാനം. നിസ്കാരം സംസ്കാരമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. നേരം പോലെ കൃത്യമായി നിസ്കരിക്കുന്നവൻ തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ സർവ്വ മോശത്തരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതായത് നമ്മൾ 5 നേരം നിസ്കരിക്കുകയാണെങ്കിൽ, പടച്ചറബിനോട് 5 നേരം മനമുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഒരാൾക്കും തകർക്കാനോ തളർത്താനോ കഴിയില്ല. ഒരാൾക്കും ഒരു ശൈത്താനും പിടിച്ചു വലിക്കാൻ സാധിക്കില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാണ്. ഈ ആയത്തിനെ, ഈ വിശുദ്ധമായ ഖുർആനിന്റെ പരിശുദ്ധമായ ആയത്തിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സയ്യിദുന ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിമാ വഇൻഹുമാ മഹല്ലാ കന്നുസ്ഹ ഫത്തഹിമി വഖാലിഫിൻ നഫ്സ വശൈത്താന വഅസിഹിമാ. ഇബ്ലീസ്, അതേപോലെ നിന്റെ ശരീര ഇച്ഛ, നിനക്ക് ദുർബലത നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ശരീരത്തിന്റെ ഇച്ഛ, എടാ നിസ്കരിക്കണ്ട, കുറച്ച് ചെയ്യട്ടെ, പിന്നെ നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ, ഇപ്പൊ ബാങ്ക് കൊടുത്തല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് ജീവനും ജീവിതവും സർവ്വ സൗകര്യങ്ങളും തന്ന റബ്ബിനെ മറക്കുന്ന ഒരവസ്ഥയിലേക്ക് ശൈത്താൻ നമ്മളെ കൊണ്ടുപോകുമ്പോ ആ ഒരവസ്ഥയെ നിങ്ങൾ ഭയപ്പെടണം. അത് ചതിയാണ്, വഞ്ചനയാണ്, വലിയ ചതിയാണെന്ന് ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിൽ നാണം തോന്നരുത്. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും, ദുഹൂർ നിസ്കരിച്ചിട്ട് ഒരു കേസ് ഫയൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവർ കാത്തു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നാലും സംഭവം ഉണ്ട്, ഇന്നാലും പോലെ കാര്യത്തിന് പോകാനുണ്ട്, എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ വാക്കിൽ ഒന്ന് ദുആ ചെയ്യുക. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ ചുരുങ്ങിയ വാക്കിൽ ദുആ ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ 3 പ്രാവശ്യം പറയാ. അറിയാവുന്ന ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുമ്മ ജ്അൽനാ മിനൻ നാർ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതെങ്കിലും ചെയ്തിട്ട് എഴുന്നേറ്റ് വേണം പോകാൻ. ദുആ ചെയ്യാതെ നിങ്ങൾ നിസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് പോകരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹിന്റെ മുന്നിൽ എല്ലാം അർപ്പിച്ച്, എനിക്ക് വേണം റബ്ബെ, എനിക്ക് തരണം റബ്ബെ, എനിക്ക് തരണം റബ്ബെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര വലിയ തെമ്മാടിയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു വിചാരം ഉണ്ടാവും, എനിക്ക് ഇത്രയായി, ഞാൻ ഇന്ന് രക്ഷപ്പെടാനാ, എന്റെ റബ്ബനെ സ്വീകരിക്കോ, ഞാനൊക്കെ നരകത്തിന്റെ ആളുകളാടാവേ, നീ പള്ളി പോയി നിസ്കരിക്കും, നീ എങ്കിലും നന്നാകുന്ന, ഇച്ചിരി 100 രൂപ വെച്ച് ഇച്ചിരി വെള്ളം മേടിച്ചു കുടിച്ചോണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യും, ഞാനൊക്കെ തീർന്നടാ, ഞാനൊക്കെ നരകത്തിലേക്കുള്ള പ്രൊഡക്റ്റ് ആണ്, സ്വർഗ്ഗമൊന്നും കിട്ടൂല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു ചരിത്രം പറഞ്ഞരട്ടെ. സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കൊള്ളക്കാരനായിരുന്നു, മോശക്കാരനായ ആളായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലൂടെ ഒരാൾക്കും പോകാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ബിസിനസ്സുകാർ, കച്ചവടക്കാർക്കൊക്കെ വലിയ പേടിയായിരുന്നു. കാരണം പൈസക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒരു വീട് കൊള്ളയടിക്കാൻ വേണ്ടി മതിൽ ചാടുമ്പോഴാണ് ആ വീടിന്റെ ഉള്ളിൽ നിന്നൊരു ഖുർആൻ പാരായണം കേൾക്കുന്നത്. ആയത്ത് ഇതാണ്, അലം യഇനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. എടോ, ഇനിയെങ്കിലും നന്നാവാൻ സമയായില്ലേ? എത്രയും കാലം പടച്ച റബ്ബിന്റെ സർവ്വ അനുഗ്രഹങ്ങളും പേറി നീ ജീവിച്ചില്ലേ? ആരോഗ്യം, സമ്പത്ത്, സർവ്വതും അള്ളാഹു നിനക്ക് നൽകിയില്ലേ? എന്നിട്ടും ഇനിയെങ്കിലും പടിഞ്ഞാറിലേക്ക് തിരിഞ്ഞുകൊണ്ട്, പരിശുദ്ധമായ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കണ്ണുനീരൊലിപ്പിക്കാൻ
എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ നിനക്ക് ഇനിയും സമയമായില്ലയോ എന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇദ്ദേഹത്തിന്റെ മനോമുഖരത്തിൽ തറച്ചു കയറിയപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ്, പടച്ച റബ്ബേ, ഞാനും നിന്റെ അടിമയല്ലേ റബ്ബേ, ഇത്രയും കാലം ഞാൻ ആസ്വദിച്ചു, അടിച്ചു പൊളിച്ചു നടന്നു, ഇനിയെങ്കിലും എനിക്ക് നന്നാകണമെന്ന് ചിന്ത ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വന്നു. പിടിച്ചെടുത്ത മുതൽ മുഴുവനും ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തു. ശേഷം തൗബ ചെയ്തു, കഅബയുടെ ചാരത്ത് വന്ന് താമസിച്ചു. ലോകത്തുള്ള ഔലിയാക്കളുടെ എല്ലാവരുടെയും നേതാവായി മാറി സയ്യിദുന ഫുളൈൽ ഇബ്നു ഇയാദ്. ഇന്നാ മഹാന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം പൊറുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലഘട്ടത്തിൽ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന പേര് കേൾക്കുമ്പോൾ വിറച്ചിരുന്ന ആളുകൾ, ഭയപ്പെട്ടിരുന്ന ആളുകൾ, അവർക്ക് മുന്നിലേക്കാണ് കാരുണ്യത്തിന്റെ കെടാദീപമായി മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു മാറി വന്നത്. പാതിരാത്രി പാറക്കെട്ടുകൾക്ക് പിന്നിൽ പതിയിരുന്ന് കച്ചവടം നടത്തുവാൻ വേണ്ടി ഷാമിലേക്ക് പോകുന്ന കച്ചവടക്കാരനെ പതിയിരുന്ന് പിടിച്ചെടുത്ത് കടുത്ത് മുറിച്ചെടുത്തിട്ട് അവന്റെ മടിശീലയിലെ പണം പറിച്ചെടുത്ത്, മടിശീലയിലെ പണം പെറുക്കിയെടുത്ത് കള്ളു കുടിക്കാൻ പോയ അബൂദറുൽ ഗിഫാരി എന്ന സ്വഹാബി പിന്നെ ആരായി മാറി? പരിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മെമ്പർഷിപ്പ് ഏറ്റെടുത്ത ശേഷം, വിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്ന ശേഷം സ്വർഗത്തിന്റെ അവകാശിയായി മാറി സയ്യിദുന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ശഅബാനത്ത് എന്ന് പറയുന്ന പെണ്ണിന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് പറയാം. എത്രയോ മഹാന്മാരുണ്ട്, മഹതിമാരുണ്ട്. അവരെല്ലാവരും നന്നായത് അള്ളാഹുവിലുള്ള വലിയ പ്രതീക്ഷ കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നിട്ടുണ്ടോ? കൊതുകിനെ കൊന്നിട്ടുണ്ടാവും, വല്ല പാമ്പിനെ കൊന്നിട്ടുണ്ടാവും, വല്ല ഈച്ചേനെ കൊന്നിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു മനുഷ്യനെ നിങ്ങൾ കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. 100 ആളെ കൊന്നവനും പുറത്തു കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. 100 ആളെ കൊന്നവനും പുറത്തു കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. നടന്ന് വ്യഭിചരിച്ചവന് പോലും പുറത്തു കൊടുത്തവനാണ് നമ്മുടെ റബ്ബ്. ഇതിപ്പോ നമ്മുടെ യൂട്യൂബിൽ പലരെയും ഇന്ന് നരകത്തിലേക്കുള്ള ടിക്കറ്റ് കീറി കൊടുക്കാൻ അല്ലേ? നമ്മുടെ യൂട്യൂബ് ബ്ലോഗേഴ്സ്, നമ്മുടെ വ്ളോഗ് നടത്തുന്നവര്, അതിൽ വന്ന് തുള്ളുന്നവർ, ആടുന്നവര്, പാടുന്നവര്, അവർക്കൊക്കെ ചില ആളുകൾ നരകത്തിലേക്കുള്ള ടിക്കറ്റുകൾ മുറിച്ചു കൊടുക്കാൻ. പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ കാണാം, അള്ളാഹ് പറയാണ്, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ ഉടയ തമ്പുരാൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചവനാണ് ഫിർഔൻ. ഫിർഔൻ എന്ന് പറയുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി നമ്മൾ എടുത്തു പറയണം. അള്ളാഹുവിന്റെ ശാപം അവന്റെ മീത് ഉണ്ടാകട്ടെ എന്ന്. അള്ളാഹു ശപിച്ചവനാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ മുന്നിലേക്ക് മൂസാ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങൾ രണ്ടുപേരും കൂടി പോണം, ദീന് പറയണം. നന്നായി വന്നാലോ, നന്നായി വരണമെങ്കിൽ നന്നായി വരട്ടെ. എന്തിനാണ് പിന്നെ ഈ അള്ളാഹ് ശപിച്ച ഒരാളുടെ മുന്നിലേക്ക് മൂസാ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബിയെയും പറഞ്ഞു വിടുന്നത്? നന്നാകാനുള്ള സർവ്വ അവസരങ്ങൾ പടച്ചറബ് നീട്ടി തരികയാണ്. റഹ്മത്തിന്റെ പത്ത് കഴിയാൻ, മഗ്ഫിറത്തിന്റെ പത്ത് റബ്ബ് നമ്മുടെ മുന്നിലേക്ക് തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ പത്തില് നമ്മൾ ഇനിയും നന്നാമത് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്നാണ് നമ്മൾ നന്നാവുക? നമ്മൾ പിന്നെ ആരെ കൈപിടിക്കുക? നമ്മൾ പിന്നെ ആരെ നോക്കുക? നമുക്ക് രക്ഷപ്പെടണ്ടേ? അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹിന്റെ മുന്നിൽ നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ആരുണ്ട് റബ്ബേ എനിക്ക് നീയല്ലാതെ എന്ന് പറഞ്ഞു നീ തേടണം വല്ലാതെ, ഇഹലോക ആർഭാടങ്ങൾ എന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. റബ്ബേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തവനാ, തെമ്മാടിയാണ്, മോശക്കാരനാണ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി എന്നെ നന്നാക്കി തരണേ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായി അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹ് സ്വീകരിക്കാതിരിക്കോ? അള്ളാഹു തആല സ്വീകരിക്കുമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുആകളും, നമ്മുടെ എല്ലാ തഖ്വയോടെയുള്ള എല്ലാ ദുആകളും അള്ളാഹു തആല ഖബൂലാക്കട്ടെ. നമ്മൾ ജീവിക്കുന്ന കാലം മുഴുവനും അള്ളാഹുവിന്റെ പൊരുത്തമുള്ള അമലുകൾ മാത്രം നിർവഹിച്ച് ജീവിക്കാൻ അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കഴിയാനിരിക്കുന്ന റഹ്മത്തിന്റെ ബത്തും വരാനിരിക്കുന്ന മഗ്ഫിറത്തിന്റെ ബത്തും പ്രതീക്ഷയോടെ നമ്മളെ കാത്തിരിക്കുന്ന ഉത്ഖ് മിനന്നാറിന്റെ ബത്തും നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ റമളാൻ നമ്മുടെ അവസാന റമളാൻ ആവാതെ ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ ഇതിനെ സംപ്രേക്ഷണം ചെയ്യുന്നവർ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും പടച്ച റബ്ബിന്റെ വലിയ കരുണ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.